ഗ്യാങ് അല്ലാത്തവർക്ക് നെക്സ്റ്റ് സെർവറിൽ എങ്ങനെ ഗണ്ണ് കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോബറി ചെയ്യാം. ഓക്കെ, അപ്പോൾ റോബറിയുടെ അകത്തു നിന്ന് നിങ്ങൾക്ക് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നൊരു സാധനം കിട്ടും. ആ ബ്ലൂ പ്രിന്റ് എൻ്റെ കൂടെ ബാക്കിയും കൂടെ ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ ആ പുതിയ സെർവറിൽ എന്താ വരുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടില്ല നിങ്ങൾക്ക്. എന്നാ സാരമില്ല. അപ്പം ആ ബ്ലൂ പ്രിന്റിന്റെ കൂടെ ഗണ്ണുണ്ടാക്കേണ്ട കുറച്ച് മെറ്റീരിയൽസും കൂടെ വേണം. അപ്പം ആ മെറ്റീരിയൽസും ഈ ബ്ലൂ പ്രിന്റും കൂടെ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗണ്ണായിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഗണ്ണിന്റെ ബ്ലൂ പ്രിന്റ് റോബറീസിൽ നിന്ന് കിട്ടുന്നത് വളരെ വിരളമായിരിക്കും. അതായത് ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ ഒരു റോബറിയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടത്തുള്ളൂ. അതും എല്ലാ റോബറിയിൽ നിന്നും കിട്ടത്തില്ല. അതും ലിമിറ്റഡ് ആയിട്ടുള്ള റോബറീസിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. ഇതിൽ സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലൂ പ്രിന്റും മെറ്റീരിയലും വേണം. പക്ഷെ മെറ്റീരിയൽ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മൈനിങ് ജോബ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ രണ്ട് സ്ക്രാപ്പ് യാർഡ് ജോബ് ചെയ്യേണ്ടി വരും. ഇതിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് സ്ക്രാപ്പ് യാർഡ് ജോബിൽ നിന്ന് ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. മൈനിങ് ജോബിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഗോട്ട് ആയിരിക്കും കിട്ടുന്നത്. ആ ഇൻഗോട്ട് നിങ്ങൾ മിത്തി കൊണ്ടുപോയി ഉരുക്കി മെറ്റീരിയൽ ആക്കണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മെറ്റീരിയൽ. അപ്പം ഇങ്ങനെ ആയിരിക്കും ഗൺ ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ ഒരു പ്രൊസീജിയർ തന്നെയാണ് ഹീലബിൾസിന് വരുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഹീലബിൾസ് നടാം, കുക്ക് ചെയ്യാം. അതിൻ്റെ ഔട്ടും ഈ പറയുന്നത് പോലെ ബാക്കിയുള്ള ജോബുകളിൽ നിന്ന് കിട്ടുന്ന സാധനം റീസൈക്കിൾ ചെയ്ത് അതിൻ്റെ ഔട്ട് കിട്ടും. ആ ഔട്ടും നിങ്ങളുടെ ഹീലബിളിൻ്റെ ഔട്ടും കൂടെ ക്രാഫ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഹീലബിൾസ് ആവുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വരാൻ പോകുന്നത്. ഹാപ്പി അല്ലേ? അപ്പം ഇതായിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഇനി ഗൺ എങ്ങനെ ഉണ്ടാക്കണം, ഹീലബിൾസ് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു വേഗ ഐഡിയ കിട്ടിയില്ല എല്ലാവർക്കും. ബാക്കി നിങ്ങള് ഇപ്പൊ ഞാനിപ്പം മെറ്റീരിയൽസ് ഉണ്ടാക്കേണ്ട എങ്ങനെയാന്നുള്ള ഏത് ജോബാന്ന് ഞാൻ പറഞ്ഞ് ബാക്കിയൊക്കെ എങ്ങനെ കിട്ടും എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കുക. ഇതിനെല്ലാത്തിനും ലൊക്കേഷൻസ് ഉണ്ടാവും. ഇതിൽ ചില ലൊക്കേഷൻസ് ഹിഡൻ ലൊക്കേഷൻസ് ആയിരിക്കും. ആ ഹിഡൻ ലൊക്കേഷൻസ് എവിടാ ഉള്ളതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അതിന് ബ്ലിപ്പ് കാണത്തില്ല. അപ്പോൾ ആ ലൊക്കേഷൻസ് കണ്ടുപിടിക്കുന്നവൻ പിന്നെ സിറ്റി ഭരിക്കും. കാരണം അവന് മാത്രമേ ലൊക്കേഷൻ അറിയത്തുള്ളൂ. അതൊരു മോണോപ്പൊളി ആവാം. ആ ലൊക്കേഷൻ കണ്ടുപിടിച്ച ബ്ലാക്ക് മാർക്കറ്റ് ഒരു വൈ മാപ്പ് സെറ്റാക്കാൻ പറ. ഒന്നുമില്ല ബ്രോ, ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടാൽ മതി, പിന്നെ കണ്ടാൽ മതി. ബ്രോ സിറ്റിയിൽ എന്തെങ്കിലും പുതിയതായി കൊണ്ടുവരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മളെ കൊണ്ട് പറ്റുന്നത് അത് വളരെ കുറച്ച് സമയം നമുക്കുള്ളത്. ആ കുറച്ച് സമയത്തിലാണ് നമ്മൾ സർവർ അപ്പാക്കാൻ പോകുന്നത്. സോ ആ ടൈം പീരീഡിൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തരക്കേടില്ലാത്ത ബോറടിക്കാത്തൊരു സാധനം നമ്മൾ തരാം. ഓക്കെ, ഒരുപാടൊന്നും ആരും എക്സ്പെക്ട് ചെയ്ത് സിറ്റി ഭയങ്കര സംഭവമായിരിക്കും, അടിപൊളിയായിരിക്കും, എങ്ങനെ സാധനം കാണും എന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. കാരണം 500 പ്ലേയേഴ്സ് ഉള്ളൊരു സെർവറിൽ നമുക്ക് അങ്ങനെ ഒന്നും ഓടിക്കാൻ പറ്റൂല. മനസ്സിലായോ? പലയിടത്തും ഒപ്റ്റിമൈസേഷൻ പോരാതെ വരും. പലതും ഓപ്പൺ സോഴ്സ് വാങ്ങേണ്ടി വരും. അതായത് 2500 രൂപയ്ക്ക് വാങ്ങേണ്ട ഒരു സ്ക്രിപ്റ്റ് ഞാൻ 12,000 രൂപ കൊടുത്താൽ വാങ്ങി. മനസ്സിലായോ? വെറും 2500 രൂപയ്ക്ക് വാങ്ങേണ്ട സ്ക്രിപ്റ്റ് ഓപ്പൺ സോഴ്സ് വേണ്ടത് കൊണ്ട് ഞാൻ 12,000 രൂപ കൊടുക്കേണ്ടി വന്നു. മനസ്സിലായോ? സോ അങ്ങനെ വാങ്ങിയിട്ട് മാത്രമേ കാര്യമുള്ളൂ. സോ ഇത്രയും പ്ലേയേഴ്സിനെ നമുക്ക് റൺ ചെയ്യണം. അപ്പോൾ അതിന് പറ്റിയൊരു രീതിയിലുള്ള സെർവറെ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. നിങ്ങൾ ഓവർ ഹൈപ്പ്, ഓവർ എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ച് നിരാശപ്പെട്ട് പോകരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ടെമ്പററി സെർവറിൽ ക്രാഫ്റ്റിംഗ് ഇല്ല. സെർവർ ഫ്രൈഡേ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. മോസ്റ്റ്ലി ബൈ ഫ്രൈഡേ ആയിരിക്കും സെർവർ വരുന്നത്. ഓർ സാറ്റർഡേ. അപ്പോൾ സത്യം പറഞ്ഞാൽ പണ്ട് മരം വെട്ടാൻ പോയ കുത്തി ഇരിക്കുന്ന പോലെ ഇരുന്ന് പണിയെടുത്താൽ മാത്രമേ. ഇത്രേ ഉള്ളടാ, വേറൊന്നുമല്ല. നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ സെർവർ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന പ്ലേയേഴ്സിന് ഇവിടെ ഒരു വാല്യൂ കിട്ടണം. മനസ്സിലായോ? സിമ്പിൾ, അത്രേ ഉള്ളൂ.
അത് മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗ്യാങ്, നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്ത് കളിക്കുന്ന ഒരു സിറ്റിസൺ, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഫോക്കസ് കളിക്കുന്ന ഒരു പ്ലെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ ഒരു വാല്യൂ ഇവിടെ കിട്ടും. മനസ്സിലായോ? നമുക്ക് റീകോൾ സ്ക്രിപ്റ്റ് പണിയണേ. 21 ഓഗസ്റ്റ് എക്സ്ലാൻഡിസ് ബർത്ത്ഡേ ആണോ? കറന്റ് നമ്മൾ റൂൾസിൽ എന്തെങ്കിലും ചേഞ്ച് ഒന്നും കൊണ്ടുവരുന്നില്ല. സെർവർ അപ്പായതിനു ശേഷം നമ്മുടെ പുതിയ റൂൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും പഴയ റൂൾ ഫോളോ ചെയ്ത് കളിച്ചു പോകാം. നമ്മുടെ ഫുൾ റൂള് നമുക്ക് റൂള് നമ്മൾ സെറ്റ് ചെയ്യണോടാ. ഇപ്പം സെർവറിന്റെ ഈ വർക്കിങ്ങിന്റെ ബേസിൽ നമുക്ക് സമയം കിട്ടുന്നില്ല, അതാണ് സത്യം. ഒസാമ ആൻഡ് ചട്ട ബോസ് ഒക്കെ കുറെ ഗണ്ണെടുത്ത് വെച്ചു. കഴിഞ്ഞു. ഞാൻ എക്സിറ്റ് ആയി. കയറിക്കോ. എലൈഡ് ഗ്യാങ്സിന് മാത്രം ഇനി മുതൽ സെർവറിൽ 40 ഗ്യാങ്സിലോട്ടായിരിക്കും. അത് ഒരു പ്രിവിലേജ്, അവർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രിവിലേജ്. രണ്ടാമത്തെ പ്രിവിലേജ്, ബാക്കിയുള്ള ഗ്യാങ്ങുകളെല്ലാം അവർക്ക് ഒരു സെറ്റ് ഓഫ് എമൗണ്ട് വീക്കിലി. പുതിയ എക്കണോമിയിൽ ഞാൻ 5 ലക്ഷം ബ്ലാക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ഗ്യാങ്ങും 5 ലാക്ക് ബ്ലാക്ക് വെച്ചിട്ട് എലൈറ്റ് ഗ്യാങ്സിന് കൊടുക്കണം. എലൈറ്റ് ഗ്യാങ്സ് എല്ലാ ഗ്യാങ്ങിൻ്റെ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി എമൗണ്ട് മിസ്റ്റർ എക്സിന് കൊടുക്കണം. ബാക്കിയുള്ള പകുതി എമൗണ്ട് അവർക്ക് 3 പേർക്കും ഷെയർ ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ അവർക്ക് സെപ്പറേറ്റ് വണ്ടി, ലിവറി, ഡ്രസ്സ് ഇതുണ്ടായിരിക്കും. പിന്നെ എന്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആലോചിക്കണം. അതൊന്നും ഫൈനലൈസ് ചെയ്യാൻ പറഞ്ഞില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഇരുന്ന് ആലോചിക്കണം എന്താ കൊടുക്കാൻ പറ്റുക, എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള. അപ്പോ 3 പ്രാവശ്യം തെറി വിളിച്ച പെർമനന്റ് ബാൻ അല്ലേന്ന്. 3 പ്രാവശ്യം ഒക്കെ സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കളിക്കാൻ പറ്റൂല ഒരു 6 മാസത്തേക്ക്. 3 to 6 months കളിക്കാൻ പറ്റൂല. നോൺ അപ്പീലബിൾ ബാൻ ആയിരിക്കും ഫോർ ദാറ്റ് ടൈം പീരീഡ്. അത് ഫുള്ള് തല്ലാവൂല്ലേ. ചന്ദ്രൻ പെർമനന്റ് ബാൻ ആണോ? ചന്ദ്രന്റെ പെർമനന്റ് ബാൻ ഒന്നും ഇല്ല. ഇത് ആരാണ് ഇതൊക്കെ പടച്ചു വിടുന്നത്? ഗ്യാങ്ങിന് മാറിയാൽ ദെൻ 40 സ്ലോട്ട്. എലൈറ്റ് ഗ്യാങ്ങിൽ നിന്ന് മാറിയാൽ അവർക്ക് പിന്നെ 35 സ്ലോട്ടേ കാണത്തും നമ്മുടെ സെർവറിലെ നോർമൽ സ്ലോട്ട്. എലൈറ്റ് ഗ്യാങ്ങായിട്ട് ആരിയ്ക്കുന്നോ ആ ഗ്യാങ്ങിന് മാത്രം ആ ഒരു മന്ത് 40 സ്ലോട്ടായിരിക്കും. ഹൗ ടു ഗെറ്റ് എലൈറ്റ് ഗ്യാങ് അതെല്ലാം വേറൊരു ലൈവിലേക്കും വേറൊരു ഇതിലേക്കും ഉള്ളൊരു കാര്യമാണ്. അത് ഞാൻ അപ്പം എക്സ്പ്ലെയിൻ ചെയ്യാം. ഗ്യാങ് ഹൗസ് ബ്ലീച്ച് ഇപ്പോൾ ഇല്ല. എന്നാ ന്യൂ സിറ്റി വരുന്നത്. ന്യൂ സിറ്റി ബൈ ഫ്രൈഡേ. മേയർ ഇലക്ഷൻ ഉണ്ടാവുമ്പോൾ മേയർ ഇലക്ഷനൊക്കെ നമുക്ക് കൊണ്ടുവരാം. കറന്റ് സെർവർ ഞാൻ കൊണ്ടുവന്നോട്ടെ, എന്നിട്ട് നമുക്ക് എല്ലാം കൊണ്ടുവരാം. ഈ എലൈറ്റ് ഗ്യാങ് കോൺസെപ്റ്റ് ഒക്കെ വേണോ? ഒരു വേർതിരിവ് ഉണ്ടാവൂലേ? ആ ഒരു വേർതിരിവ് നല്ലതാണ് ബ്രോ. കാരണം അവർ എലൈറ്റ് ഗ്യാങ് ആയിട്ടുണ്ടെങ്കിൽ ഉമ്മതായത് അല്ലല്ലോ, അവരുടെ പൊട്ടൻഷ്യൽ കൊണ്ട് കയറി വന്നതല്ലേ. സോ അതേപോലെ പൊട്ടൻഷ്യൽ ഉള്ള വേറെ ഗ്യാങ്ങുകളുണ്ട്, കയറി വന്ന എലൈറ്റ് ഗ്യാങ് ആവട്ടെ അല്ലേ. 40 സ്ലോട്ട് വേണ്ട, അത് ചെറിയ പാട് ബാക്കിയുള്ള ഗ്യാങ്ങിന്. അവർ എലൈറ്റ് ഗ്യാങ് ആയതുകൊണ്ടല്ലേ 40 സ്ലോട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ള ഗ്യാങ്ങിന് 35 സ്ലോട്ട് തന്നെ ഉള്ളൂ. എലൈറ്റ് ഗ്യാങ്ങിന് എന്തായാലും 40 സ്ലോട്ട് കൺഫേം ആണ്. അതെന്തായാലും കൊടുക്കും. ഒരു പ്രോപ്പർ റിയൽ ലൈഫ് ആണല്ലേ എന്ന്. ഒരുപാട് നേരം ഇരുന്ന് ഞാൻ നിങ്ങളെയും വിഷമിക്കുന്നില്ല, എന്റെ പണിയും പെൻഡിങ്ങിൽ ഇടുന്നില്ല. ഞാൻ പതുക്കെ എങ്ങോട്ടെന്നാ വിട്ടാലോ? എന്ത് പറയുന്നു? അത് വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാനുണ്ടോ? വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ ഗൈസ്?
അപ്പോൾ ലിറ്റിൽ ഗ്യാങ് എത്ര മന്ത് ഉണ്ടാക്കും? 1 മാസം. മേ ബി 15 മിനിറ്റ് മോർ ടു 2 hours ആണോ? 2 hours ആയിട്ട് നിർത്താം അല്ലേ? കോൺഫിഗ് ചെയ്തതൊക്കെ അടുത്ത റീസ്റ്റാർട്ട് വരും ബ്രോ. വാട്ട് ഇസ് എലൈറ്റ് ഗ്യാങ്? ഗൈസ്, എലൈറ്റ് ഗ്യാങ് എന്ന് പറയുന്നത് ഈ സിറ്റിയിലെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ഗ്യാങ് ആയിരിക്കും. ഓക്കെ, ആ ഗ്യാങ്ങിന് എലൈറ്റ് ആയിട്ടുള്ള പല പ്രിവിലേജസും ഈ സിറ്റിയിൽ ആ ഗ്യാങ്ങുകൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ എലൈറ്റ് ഗ്യാങ്, ഇവരെ 3 പേരെ എലൈറ്റ് ഗ്യാങ് ആക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് എൻ്റെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. 1 മാസം മുമ്പ്, സർവറൊക്കെ പോകുന്നതിന് മുമ്പ്. സോ അന്നോട്ടുള്ള ഇതാണ്. പെട്ടെന്ന് ഇവരായതുകൊണ്ട് പൊട്ടിമുളച്ച് വന്ന കോൺസെപ്റ്റ് ഒന്നും അല്ല, തെറ്റിദ്ധരിക്കരുത്. ഇനിഷ്യൽ 35 ഒക്കെ എലൈറ്റ് ഗ്യാങ്സ് നോക്കും, അതൊക്കെ കൂടുതലാണ്. ഇനിഷ്യൽ റൂളൊന്നും ചേഞ്ച് ഇല്ല, മനസ്സിലായോ? ഇനിഷ്യൽ 25 പേര് തന്നെ. പ്രീവാർ പക്ഷേ ഇനിഷ്യലി ഇനിഷ്യലി അവർക്ക് എത്ര സ്ലോട്ട് ഉണ്ട് അത്ര സ്ലോട്ട് കൊണ്ട് അവർക്ക് ഉപയോഗിക്കാം. പ്രീവാറിന് അവർക്ക് 25 സ്ലോട്ട്, വാറിന് അവർക്ക് 15 സ്ലോട്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. എടാ അവർക്ക് 40 സ്ലോട്ട് കൊടുക്കുന്ന അവർക്കൊരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നത്, മനസ്സിലായി? അവർ എലൈറ്റ് ഗ്യാങ് ആയതുകൊണ്ട് ബാക്കിയുള്ള ഗ്യാങ്ങിൽ നിന്നും കിട്ടുന്ന പ്രിവിലേജ് ആണ് അവർക്ക് ആ സ്ലോട്ട്. അത് നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അവനിപ്പോൾ സ്റ്റാഫാണെന്നോ? ഏജന്റിനെ അറിയുമോന്നോ? പിന്നെ currently TV KV RCN are elite gang, but it will change, right? It will change. See guys, ഞാൻ ഉദ്ദേശിക്കുന്നത് മന്ത്ലി നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു ടൈം പീരീഡ് ആകുമ്പം എല്ലാ ഗ്യാങ്ങുകളും തമ്മിൽ ഫസ്റ്റ് ഒരു ഇനിഷ്യൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതിൽ ജയിച്ചു വരുന്ന 9 ഗ്യാങ്ങുകൾ, അതായത് 27 ഗ്യാങ്ങിനെ 9 പേരായിട്ട് 3 ഗ്രൂപ്പാക്കും. 3 ഗ്രൂപ്പായിട്ട് ആ ഗ്രൂപ്പുകളിലുള്ള കളികളിന് ശേഷം ടോപ്പ് 3 നിൽക്കുന്ന 3 പേരെ എടുത്തിട്ട് ഈ എലൈറ്റ് ഗ്യാങ്സിലെ 3 പേരെയും കൂടെ വെച്ചുകൊണ്ട് ഒരു ഫൈനൽ ഗെയിം ഉണ്ടാവും. അതിൽ ടോപ്പ് 3 വരുന്നവരായിരിക്കും അടുത്ത എലൈറ്റ് ഗ്യാങ്. അപ്പം എല്ലാവർക്കും ഈക്വൽ ചാൻസ് കിട്ടും. അതേപോലെ ഈ എലൈറ്റ് ഗ്യാങ്സ് വേണമെങ്കിൽ കളിച്ച് അവരുടെ പൊസിഷൻ റീറ്റെയിൻ ചെയ്യണം. നല്ല കാര്യമല്ലേ ബ്രോ? എലൈറ്റ് ഗ്യാങ് ആകുമ്പോൾ 40 സ്ലോട്ട് അല്ലേ? അപ്പം എലൈറ്റ് പോയാൽ പിന്നെ 35 ആകണമെന്നോ? ആ 35 ആക്കും. എലൈറ്റിൽ നിന്ന് പോയാൽ അവർ 35 കുറയും. അവരപ്പോൾ എലൈറ്റ് അല്ലല്ലോ. അപ്പോൾ ആ സ്ലോട്ടിന് വേറെ പ്രിവിലേജ് ആയിട്ടുള്ള എലൈറ്റ് ഗ്യാങ് വരും. ട്രൈ ടു ഡു ദി ഇവാലുവേഷൻ ബേസ്ഡ് ഓൺ പെർസെൻറ്റേജ് എന്നോ? എന്ത് പെർസെൻറ്റേജ് ബ്രോ? വാട്ട്സ് എലൈറ്റ് ഗ്യാങ് ഗ്രോത്തിങ്? അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചേച്ചി അടുത്ത്. അതേപോലെ തന്നെ ടർഫിൽ നമ്മൾ വലിയൊരു വാല്യൂ കൊണ്ടുവരാൻ പോവാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഉള്ള ഗൺസ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയ ഗണ്ണുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. കാർബൺ റൈഫിൽ ഉണ്ടായിരിക്കും, അത് സിറ്റിസൺസിന് ബാക്കിയുള്ളവർക്ക് അവൈലബിൾ ആയിരിക്കും. ബട്ട് ഡാമേജ് കൂടിയ പവർഫുൾ ആയിട്ടുള്ള ഗണ്ണുകൾ സിറ്റിയിൽ വരും. അപ്പോൾ ആ ഗണ്ണുകൾ കിട്ടാൻ അവർക്ക് ഈ പറയുന്ന ഗ്യാങ്ങുകൾക്കെല്ലാം ഏക മാർഗം ടർഫ് മാത്രമായിരിക്കും. സോ ടർഫ് ഫോക്കസ് ചെയ്ത് കളിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർക്കിത് ഈ ഗണ്ണുകൾ കിട്ടില്ല. അവർക്ക് ഗ്യാങ്ങിന്റെ വാല്യൂ താഴ്ന്നു പോകും. അവർ കാർബൺ റൈഫിൽ വെച്ച് കളിക്കേണ്ടി വരും. ടർഫുള്ള ഗ്യാങ് ആ പുതിയ ഗണ്ണ് വെച്ച് കളിക്കുന്നതായിരിക്കും. പിന്നെ അതിൽ ഫെയർനെസ്സും അഡ്വാൻറ്റേജും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കളിച്ചാൽ ഇപ്പം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ടർഫിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താലും നിങ്ങൾക്ക് പോയിന്റ് കിട്ടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ടർഫ് ജയിച്ചു കഴിഞ്ഞാൽ ആ ജയിക്കുന്ന ടീമിന് 2 ഗണ്ണ് വാങ്ങാനുള്ള പോയിന്റ് കിട്ടും. തോക്കുന്ന ടീമിന് 1 ഗണ്ണ് വാങ്ങാനുള്ള പോയിന്റ്. മനസ്സിലായോ? സോ അറ്റ്ലീസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഗണ്ണ് കിട്ടും, ജയിച്ചാലും തോറ്റാലും. പക്ഷെ പാർട്ടിസിപ്പേഷൻ മസ്റ്റാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ബാക്കിയുള്ള ഗ്യാങ്ങുകളെല്ലാം ഗണ്ണുകൾ കൂട്ടി വെക്കും. ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഗ്യാങ്ങുകൾക്ക് കാർബൺ റൈഫിൽ മാത്രമേ കാണത്തുള്ളൂ. സ്നൈപ്പർ ഒന്നും കൊണ്ടുവരത്തില്ല, ചത്താലും ഞാൻ കൊണ്ടുവരത്തില്ല. അതുകൊണ്ട് സ്നൈപ്പർ ആരും എക്സ്പെക്ട് ചെയ്യരുത്. സ്നൈപ്പർ ഹണ്ടിങ് ജോബിനുണ്ടാവും. അല്ല, ഞാൻ ഇപ്പം അടുത്ത ജോബ് വിളി പറഞ്ഞേ. അമ്മേ, അതിൻ്റെ അകത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എടാ നിനക്കൊന്നും വയ്യേ. ഞാൻ നേരത്തെ നിർത്തി പോയാൽ മതി. ഇപ്പൊ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. Then other gangs, so-called descendant gang, need to improve and need to come as elite. Yes. Mining plus scrapyard plus hunting. ബ്രാവോ ഒന്ന് ജസ്റ്റ് ഞാൻ ആർഡിബിൽ ഒന്ന് കയറിക്കോട്ടെ. ഡൈനു ആട് ബ്രോ ആർഡിബിലുള്ള. അയ്യോ, ഒരു മിനിറ്റ് കയറില്ലേ.
ഒരു മിനിറ്റ് പറഞ്ഞേ. എലൈറ്റ് ഗ്യാങ്ങിനെ എങ്ങനെ ചലഞ്ച് ചെയ്യുക? ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മന്ത്ലി നടക്കാൻ പോകുന്ന ആ ഇവന്റിൽ ഫൈനലിൽ വരിക, വന്ന് ടോപ്പ് 3 ആകുക, ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് എലൈറ്റ് ഗ്യാങ് ആണ്. ഇനി കോമ്പറ്റീഷൻ ഇല്ല. എലൈറ്റ് ഗ്യാങ്സിനെ ചലഞ്ച് ചെയ്യുന്ന കോൺസെപ്റ്റ് ഞാൻ മാറ്റി. കാരണം പിന്നെ ടാർഗറ്റിങ് വരാം, അങ്ങനെ പല ഇഷ്യൂസ് വരാം. ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ എല്ലാവർക്കും. എലൈറ്റ് ഗ്യാങ്ങിന് കിട്ടാൻ പോകുന്ന പ്രിവിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോമ്പറ്റീഷനിൽ അവർക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെമി കളിക്കേണ്ട, ഡയറക്റ്റ് ഫൈനൽ കളിച്ചാൽ മതി. മനസ്സിലായോ? പിന്നെ ഞാൻ ആ ഒരു ടൂർണമെന്റ് വേറൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നാലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുക. കാരണം വണ്ടിക്കകത്തിരുന്ന് ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഗ്രനേഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ, സോ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. പണ്ട് കായപ്പറിക്കല് ചെയ്തൊരു സാധനം ഇല്ലേ, കായ പറിക്ക്, അത് വേണമെങ്കിൽ തിരിച്ചുകൊണ്ടുവരാം. കായ നമ്മളൊരു ഇത് കൊണ്ടുവരുന്നില്ലല്ലോ, കായ എന്താ ബ്രോ? വാർസോൺ കൊണ്ടുവരുന്നുണ്ടല്ലോ, വാർസോൺ. നിങ്ങളെ അപ്പൊ നാട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ട് തല്ലിന്നൊക്കെ പറഞ്ഞ സത്യമല്ലേ? അയ്യടാ. അല്ല, കാര്യം നമ്മൾ ചെയ്തോണ്ടെന്നില്ല, ഒരു 5 നടക്കുകയാണോ? വാർസോൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് വേണമെങ്കിൽ നമുക്ക് തിരിച്ചുകൊണ്ടുവരാം ഇതിനു വേണ്ടിട്ട്. വാർസോൺ അല്ലേ? യെസ്. കത്താൻ ചാൻസ് ഇല്ലോ. ഇത് ഈ ഇങ്ങനെ ഒരു ടൂർണമെന്റ് നടത്തി നമ്മൾ ഒരിക്കലും മെയിൻ സെർവർ നടത്തത്തില്ലല്ലോ. അത് വേറൊരു സെപ്പറേറ്റ് സെർവറിൽ തന്നെ ആയിരിക്കും നടക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ അത് നിങ്ങൾ മറ്റേ SMG വെച്ചിട്ട് നിങ്ങൾക്ക് വണ്ടിക്കകത്തിരുന്ന് വെടിവെക്കാൻ പറ്റും. ഓപ്പോസിറ്റ് ടീമിന്റെ വണ്ടിയുടെ ടയർ വെടി വെച്ച് കളയാം, ആൾക്കാരെ ആ വണ്ടിക്കകത്തിരുന്നുകൊണ്ട് കൊല്ലാം, ഇറങ്ങി വെടിവെക്കാം, ഗ്രനേഡ് യൂസ് ചെയ്ത് കൊല്ലാം, സ്മോക്ക് യൂസ് ചെയ്യാം. സ്നൈപ്പർ വേണമെങ്കിൽ കൊണ്ടുവേണ്ട, അത് ഓവർ പവർഡായി പോകാൻ ബ്രോ. സ്നൈപ്പർ വേണ്ട. എനിക്കെന്തോ സ്നൈപ്പറിനോട് വലിയ താല്പര്യമില്ല. പണ്ട് PUBG കളിക്കുമ്പോൾ തല കിട്ടി അടി കിട്ടി ഞാനത് വെറുത്തുപോയി. അതുകൊണ്ട് സ്നൈപ്പറില്ല. സ്നൈപ്പർ കൊടുക്കാതെ മറ്റേ മലയുടെ വേറെ മലക്കുന്നത് അടിച്ചിങ്ങനെ കൊന്ന് കളിച്ചോണ്ടിരിക്കും. വേണ്ട, GT വർക്കൗട്ട് ആകുന്നില്ല. മാത്രമല്ല വലിയ കാര്യത്തിൽ ഒരുത്ത പോച്ചക്കാത്തിരിക്കും, ദൂരെയുള്ള പോച്ചൊന്നും കാണുന്നു, സ്നൈപ്പർ കുനിഞ്ഞിരിക്കുന്നു. പക്ഷെ നമ്മൾ നടത്തുന്ന ടൂർണമെന്റിൽ ഗ്രനേഡ് കൊണ്ടുവരും. കാരണം അത് ഒരു കളി തന്നെ മാറ്റിക്കളയും. മനസ്സിലായോ? ഒരു പ്രോപ്പർ ഒരു നെയ്ഡ് സക്സസ് ആയിരുന്നു. പക്ഷെ ആ ടൈമില് അതിൽ നമ്മൾ നെയ്ഡ് ഇല്ലായിരുന്നു ആഫീസ് ബ്രോ. വാർസോണി എങ്ങനെ വാർസോണി നെയ്ഡ് ഇല്ലായിരുന്നു. സക്സസ് ആയിരുന്നു. അന്ന് ഡീഡോസ് അടി ഉണ്ടായിരുന്നു. യെസ്. ഒന്ന് സഹോദര, താങ്കൾ ആദ്യം എന്റെ കമന്റ് റിപ്ലൈ ഇട്ടു. അത് എന്തിനാ എന്ന് ആലോചിക്കൂ. ആദ്യം യു സപ്പോർട്ടഡ് ആൻഡ് സെഡ് ദാറ്റ് 35 പ്ലേയേഴ്സ് എലൈറ്റ് ഗ്യാങ് അഡ്വാൻറ്റേജ് ആവും. സ്ലോട്ട് 40 ആക്കുമോ? സ്ലോട്ട് എലൈറ്റ് ഗ്യാങ്ങുകൾക്ക് മാത്രം 40 സ്ലോട്ട് ഉണ്ടാവും. ബാക്കി എല്ലാ ഗ്യാങ്ങിക്കും 35 തന്നെ ആയിരിക്കും. അത് വേണോ? മോളി പോരെന്നോ? മോളിനെക്കാട്ടിലും നല്ലത് ഗ്രനേഡാണ്. മോളി ബഗ് ഉണ്ട്. മോളിയുടെ ഏറ്റവും വലിയ ബഗ് GTA എന്താണെന്നറിയാമോ? സ്പ്രെഡ് ആവും. ഒരു പോയിന്റ് മാത്രം നിന്ന് കത്തൂല. അതിങ്ങനെ പടർന്ന് പുല്ലാണെങ്കിലും ബിൽഡിങ്ങിന്റെ മേളാണെങ്കിലും പറന്ന് ശരി, അത് റിയലിസ്റ്റിക് ആയിരുന്നു. എന്റെ തെറ്റായിരുന്നു. ഷെബി വിട്ടുകള. മോളിയില്ല. വേണമെങ്കിൽ മോളി കൊണ്ടുവരാം. മോളി വേണോ ഗ്രനേഡ് വേണോ അവര് തീരുമാനിച്ചോട്ടെ. അപ്പൊ AP മാസ്റ്റർ വേണം. എലൈറ്റ് പോക്കിയാൽ സ്ലോട്ട് പോകുമോ? എലൈക്ക് പോക്കിയാൽ സ്ലോട്ട് പോകും. അവര് തിരിച്ച് 35 സ്ലോട്ടിലോട്ട് കുറയും. കാരണം അവർ എലൈറ്റ് എലൈറ്റ് ഗ്യാങ്ങുകൾക്ക് മാത്രമുള്ള പ്രിവിലേജ് ആണ്. ഡിസ്കോഡ് ഉണ്ട് ബ്രോ, പാസ്പോർട്ട് ആപ്ലിക്കേഷൻ. അത് അതിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ലെന്നോ സത്യം മോക്സി ഓർമ്മ വരുന്നതെന്നോ. AP 5 ടർഫ് അടിക്കാൻ പറ്റുന്ന ഒപ്പീനിയൻ വരുമെന്നു. 5 ടർഫ് അടിക്കുന്നത് ബാക്കിയുള്ള ഗ്യാങ്ങുകൾക്ക് ടർഫ് കളിക്കാൻ പോലും ഓപ്ഷൻ കിട്ടത്തില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടർഫിന്റെ കൗണ്ട് കൂട്ടാം. എന്ത് പറയുന്നത്? ഇപ്പൊ എത്ര ടർഫാണുള്ള? 5 അല്ലേ? നമുക്ക് 6 ആക്കി കൂട്ടിയാലോ ടർഫിന്റെ കൗണ്ട്? നോട്ട് ഗോൺ ഹാപ്പൻ. ബ്രാവോ 1 ബ്രാവോ 1 ഔട്ട്. ഇനിഷ്യൽ എലൈറ്റ് ഗ്യാങ് 40 പേരുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ടീമിന് ഡിസഡ്വാൻറ്റേജ് അല്ലേ? അപ്പോൾ അവരെന്താ ചെയ്യണ്ടേ? എലൈറ്റ് ഗ്യാങ് ആയി മാറണം. ഡിസഡ്വാൻറ്റേജ് കാണത്തില്ല. ആ എലൈറ്റ് ഗ്യാങ് ആയതുകൊണ്ടാണല്ലോ അവർക്ക് ആ ഒരു പ്രിവിലേജ് കിട്ടുന്നത് അല്ലേ? അപ്പൊ എലൈറ്റ് ആയാൽ മതി. ഒരു ടീമിന് 3 അടിക്കാനോ? 3 എടുക്കാൻ പറ്റുന്ന പോലെ ആഡ്. അപ്പൊ മാക്സിമം ഹോൾഡിംഗ് 3 ആക്കണം.
M249 കൊടുക്കുക ലൈറ്റ്. അപ്പോൾ KVAക്ക് 5 ടർഫ് അടിക്കാമ്പോൾ നമുക്ക് TVAക്ക് 2. ബ്രാവോ ഫാൽക്കൺ ബാൻ മാറ്റുമോ പ്ലീസ്? എത്ര കാലമായി എടാ എൻ്റെ അടുക്ക് സ്റ്റൈൽസും വന്ന് ചോദിച്ചോ എൻ്റെ ബാൻ മാറ്റുമെന്ന്. ഇതിൽ സ്റ്റൈൽസിൻ്റെ കേസിൽ ഓൾറെഡി 3ാമത്തെ പെർമനന്റ് ബാനാണ് അവൻ്റെ. ഓക്കെ, ഈ 3 വട്ടം പെർമനന്റ് ബാൻ കിട്ടിയവന് ഞാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും ബാൻ മാറ്റി കൊടുക്കുന്നത്? വന്നിട്ട് ഇതേ കാര്യം ചെയ്യത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ആരാണ് ഗ്യാരണ്ടി? ഞാൻ അവൻ്റെ 2ാമത്തെ ബാൻ കിട്ടിയപ്പോൾ ഞാനാണ് ഇടപെട്ടിട്ട് ഞാൻ എൻ്റെ ഉറപ്പിൽ മാറ്റിക്കൊടു എന്ന് പറഞ്ഞ് ഞാൻ മാറ്റിക്കൊടുത്ത് സിറ്റിയിലോട്ട് കയറ്റി നേരെ ചെന്ന് അടുത്ത പെർമനന്റ് ബാൻ വാങ്ങി തിരിച്ച് സിറ്റിയിൽ നിന്ന് ഇറങ്ങി. അതായത് ഒരു 3-4 മണിക്കൂറിനിടയ്ക്ക്. അതോടുകൂടി ഞാൻ ഗ്യാരണ്ടി നിൽക്കുന്ന പരിപാടി നിർത്തിയതാണ്. കാരണം 2 പേർക്ക് ഇതേപോലെ ഞാൻ ഗ്യാരണ്ടി നിന്ന് 2 പേരുടെ സൈഡിൽ നിന്ന് എനിക്ക് പണി കിട്ടിയതോടുകൂടി ഞാൻ ആ പരിപാടി നിർത്തി. ഇപ്പം ഞാൻ ആർക്കും ഗ്യാരണ്ടി നിൽക്കാറില്ല. KVA ടൂർണമെൻ്റ് ആണോ നെക്സ്റ്റ് വരുന്ന SAGA? KVA ടൂർണമെൻറ്റിൻ്റെ കേസ് കാസോട് ചോദിക്കണം. മുകളിൽ എന്താ തീരുമാനിച്ചത് എനിക്കറിയത്തില്ല. ഞാനീ പറയുന്നത് എക്സ്ലാൻഡിസിലെ എലൈറ്റ് ഗ്യാങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബ്രാവോ ഈ എലൈറ്റ് ഗ്യാങ് ആയ പിന്നെ അത് മാറുമോ? അത് ഇല്ലെന്ന് ഞാനുണ്ട് ചെയ്യാറ്.